ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ശത്രുക്കളുടെ അടുത്ത നീക്കം എന്താണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, നിങ്ങളുടെ ശത്രുക്കളുടെ അടുത്ത നീക്കം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ശത്രുവിൻ്റെ ഒരു ആഗ്രഹപൂർത്തീകരണം അല്ലെങ്കിൽ അഭിലാഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള വിധി നിർണയം നടത്തേണ്ടത് ഇവരുടെ കൈകളിൽ കൂടിയായിരിക്കണം. അല്ലെങ്കിൽ ഇവര് തീരുമാനിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതം പോണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പോണം. അതിൽ ചിലപ്പോൾ മക്കളും ഉൾപ്പെടും. അതാണ് ഏറ്റവും വലിയ ഒരു ആഗ്രഹപൂർത്തീകരണം. ഇവര് തീരുമാനിക്കും. ഇവര് പുറത്തിരുന്ന, ഇപ്പൊ ശത്രു പുറത്താണെങ്കിലും അകത്താണെന്നുണ്ടെങ്കിലും ഇവര് തീരുമാനിക്കുന്ന അതേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം. അങ്ങനെയൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും. കുറെ പൊട്ടിത്തെറികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇവര് ഉണ്ടാക്കി തന്നിട്ടുമുണ്ട്. അത് നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കും മറ്റു കുടുംബാംഗങ്ങൾക്ക് വരെ, മക്കൾക്ക് വരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടത്. ഇപ്പൊ എന്ത് കാര്യത്തിനും തടസ്സങ്ങള് ഒരു കാര്യം ശരിയാകുമ്പോ അപ്പുറത്ത് വേറെ പ്രശ്നം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അതൊന്ന് ശരിയാക്കി ഒന്ന് റെഡിയാക്കി കൊണ്ടുവരുമ്പോ ഇപ്പുറത്ത് വേറെ പ്രശ്നങ്ങൾ തലപൊക്കി വരുന്നുണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒരു പുറത്തു കടക്കാൻ പറ്റാത്ത സാഹചര്യം ഈ പറയുന്ന ശത്രുസ്ഥാനം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കാരണം ഇവരുടേതായിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതയാത്ര മുഴുവനും ഒരു കല്ലും മുള്ളും നിറഞ്ഞ വഴികളായിരിക്കണം. ഒരു സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഉള്ളത്. എന്തോ ഓക്കെ. കാരണം അതുകൊണ്ട് ഈ ഒരു ശത്രുക്കളെ കൊണ്ട് നിങ്ങൾ എത്രത്തോളം നമ്മളിങ്ങനെ ഭൂമിയിൽ തലമുട്ടിക്കില്ലേ, ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. പല കാര്യങ്ങളുടെയും പേരിൽ ഒരു എന്താ പറയാ, മാനസികമായിട്ട് പിരിമുറുക്കങ്ങൾ കൂടുക, പല കാര്യങ്ങളും തടസ്സങ്ങൾ ഉണ്ടാക്കി എന്താ പറയാ, വരുന്നതിനൊക്കെ തട്ടിത്തെറിപ്പിക്കുക. നിങ്ങൾക്ക് വരേണ്ടതോ നിങ്ങളുടെ വീട്ടിൽ നടക്കേണ്ടതോ ആയിട്ടുള്ള മംഗളകർമ്മങ്ങളെ ഒറ്റയടിക്ക് അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ബ്ലാക്ക് മാജിക്കിൽ കൂടിയാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നല്ല വ്യക്തമായിട്ടും മർമ്മസ്ഥാനത്ത് തന്നെ കുത്തിയിരിക്കുന്ന കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇവര് തന്നെ വിധി നിർണയം നടത്തും എന്നുള്ളൊരു വാശിയിൽ നിൽക്കുന്ന ഒരു പരിപാടി. കൂടുതലും സ്ത്രീ സംബന്ധമായിട്ടുള്ള ശത്രുസ്ഥാനങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്.
അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും. പക്ഷെ ഇതിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങള് ഇപ്പൊ ഇവരെ പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ശത്രുസ്ഥാനത്തിന് എന്താ പറയാ, ശത്രുസ്ഥാനം ചിലപ്പോൾ ഉണ്ടാവില്ല. നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനുമാണ്. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെയുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കാൻ പറ്റാതെയുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള ഇങ്ങനെയുള്ള പരിപാടികൾ ഒന്നും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ചെയ്യില്ലാത്ത ഒരവസ്ഥ. കാരണം ഇവരുടെ പോലെയുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവരെ കൊണ്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് ഏറ്റുമേടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. വീണ്ടും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത നീക്കം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവര് കുറെ ഇങ്ങനെ ഇപ്പൊ ഈ വേൾഡ് വാറിനൊക്കെ പോകുമ്പോ പല പ്ലാനിങ്സ് വരുത്തൂലേ. ഇന്ന ആളുകള് ഇവിടെ നിക്കണം, അപ്പുറത്തെ ആളുകൾ ഇവിടെ നിക്കണം എന്നൊക്കെ പറഞ്ഞൊരു ചാർട്ട് ഇതായി പല കാര്യങ്ങളും ഇങ്ങനെ പല ആളുകളെയും ബോധ്യപ്പെടുത്തുന്ന പോലെ, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങള് നിങ്ങളെക്കാളും കൂടുതൽ നിങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങളാണെങ്കിലും നിങ്ങളെക്കാളും കൂടുതൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇത് ഈ സമയത്ത് ഇങ്ങനെ കൊടുക്കണം, ഇന്നത് ചെയ്യണം. നിങ്ങൾ എന്നും ഒരു കുടുക്കിൽ ഇങ്ങനെ പെട്ട് ഇങ്ങനെ നിൽക്കണം. ഒരു കുടുക്കിൽ ഇങ്ങനെ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ അവരുടെ കണ്ണിൽ കാണണം എന്നുള്ള ഒരു പരിപാടിയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിനുവേണ്ടി ആശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പരിപാടികൾ ഉള്ളത് കൊണ്ട് ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അസുഖങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് മാറാതെ 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 ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. മൊത്തത്തിൽ നിങ്ങൾക്കൊരു മനസ്സമാധാനമില്ല. നിങ്ങൾ ഏത് വലിയ സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും മൊത്തത്തിൽ നിങ്ങൾക്കൊരു മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥ ഇങ്ങനെയുള്ള ഒരു ടീം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. വീണ്ടും വീണ്ടും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത്രയും ഈ വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലൻസ്, ജീവിതത്തിന്റെ ഒരു ബാലൻസ് നഷ്ടപ്പെടുത്തണം എന്ന് ആലോചിച്ച് പ്രവർത്തിച്ച് വീണ്ടും വീണ്ടും അതിനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളവർക്ക് കർമ്മ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ളവർക്ക് കർമ്മ മാത്രമല്ല പല കാര്യങ്ങളും കിട്ടും. അങ്ങനെയുള്ള പരിപാടികളാണ് നിങ്ങൾക്ക് ഇതുവരെ സമ്മാനിച്ചത്, നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ കണ്ണിൽ തന്നെ കാണാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാവും. ഇവരെ സഹായിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇവർക്ക് നിങ്ങളുടേതായിട്ടുള്ള വിവരങ്ങൾ പകർന്നു കൊടുക്കുന്നവര്, ഇവർക്ക് നിങ്ങളുടേതായിട്ടുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തു കൊടുക്കുന്ന ആളുകൾ, അവർക്കും ഇതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടലുകൾ ഉണ്ടാവും. കാരണം ഒരു നല്ല രീതിയിൽ പോകേണ്ട പല പരിപാടികളെയും, നല്ല രീതിയിൽ പോകേണ്ട പല സിറ്റുവേഷൻസിനെയും എത്രത്തോളം നശിപ്പിക്കാൻ പറ്റുമോ, എത്രത്തോളം ബുദ്ധിമുട്ടിലാഴ്ത്താൻ പറ്റുമോ, എത്രത്തോളം ഒരാളെ ഒരു വിഷമത്തിന്റെ അങ്ങേയറ്റം കാണിക്കാൻ പറ്റുമോ, അതെല്ലാം ഈ ശത്രുസ്ഥാനം ചെയ്തിട്ടുമുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. വീണ്ടും ഇങ്ങനെ ഈ ഒളിഞ്ഞു നോട്ടയില്ലേ, ചില ആളുകൾ മറ്റുള്ള ആളുകൾ അവരുടെ ജീവിതം എന്താകും എന്നുള്ള ടെൻഷൻ ഉണ്ടാവുമല്ലോ. ചില ആളുകളുടെ ആ ഒരു ജീനിലുള്ളതാണ്, നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾ ഇതിൽ നിന്നൊക്കെ പുറത്തു കടക്കുവോ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കോ മംഗളപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുവോ, ഇവര് വരച്ച പ്രകാരം തന്നെയല്ലേ നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത്? അങ്ങനെയൊക്കെയുള്ള ഒരു കണക്കുകൂട്ടലുകളാണ്. അടുക്കാനൊക്കെ ചിലപ്പോൾ വരും,
ഇങ്ങനെയുള്ള ആളുകളെ മാക്സിമം അടുപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇവര് നിങ്ങളുടെ നല്ല കാര്യങ്ങൾ ആഗ്രഹിച്ചു വരുന്നവരല്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഇത് ഈ റീഡിങ് എടുക്കുന്ന എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഇതൊക്കെ ഉള്ളതാണ്. എന്നാലും ഇത് അത്രയും മാത്രം നിങ്ങളുടെ ഒരു മനസ്സമാധാനം ഇങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ വ്യക്തി കളഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല ചില സമയങ്ങളിൽ എന്താണ് പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് പല കാര്യങ്ങളും നടന്നു. നിങ്ങൾക്ക് വിഷമമുള്ള കാര്യങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കുടം കമത്തി വെള്ളം ഒഴിക്കുന്ന പോലെ ആയിപ്പോയി പല കാര്യങ്ങളും. എവിടെ ഒന്നും എങ്ങും എത്താത്ത അവസ്ഥ, തടസ്സങ്ങളൊന്നും മാറാത്ത അവസ്ഥ. നിങ്ങളുടെ കാര്യത്തിലായിരിക്കാം, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലായിരിക്കാം. ചുറ്റിന് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾക്ക് മാത്രമാണ് ഉള്ളില് നേരെ ഇങ്ങനെ പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചില സമയത്ത് അത് ഫിസിക്കലി നിങ്ങളെ നല്ല രീതിക്ക് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം, ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് ഇടപഴകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചങ്ങാത്തത്തിനോ വരുവാണെന്നുണ്ടെങ്കിൽ അവരെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിർത്തുക. ഇവരുടേതായിട്ടുള്ള ഒരു ഈ രഹസ്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ ഉണ്ടാവുമല്ലോ, അവരോടും മാക്സിമം കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കുക. കാരണം ഈ ന്യൂസ് ചോർച്ച ഉണ്ടല്ലോ, ആ ചോർച്ച വഴിയാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതാണ്. അതുകൊണ്ട് ഉറക്കം എങ്ങനെ നഷ്ടപ്പെടുത്താം, വീണ്ടും എങ്ങനെ നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്യാം എന്നുള്ള പ്ലാനിങ് ആണ്. കാരണം ഇവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ചില സമയത്ത് ഇവർക്കുള്ള ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് അത്രയും കുലുക്കയില്ല? മൊത്തത്തിൽ കുലുങ്ങാനാണല്ലോ നിങ്ങൾ ചെയ്തത്, എന്നിട്ട് നിങ്ങൾക്കൊരു കുലുക്കയില്ലാതിരിക്കുന്ന അവസ്ഥ. ചിലപ്പോൾ നിങ്ങൾ അത് പുറമേ പ്രകടിപ്പിക്കാത്തതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ പല കാര്യങ്ങളും മാറ്റുന്നുണ്ടാകാം. ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങോട്ട് ഫുള്ളി ഈ സുനാമിയൊക്കെ വന്ന് എടുത്തോണ്ട് പോകൂലേ, അതുപോലെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഫുള്ളി അങ്ങോട്ട് ഒന്ന് ആക്ടിവേറ്റ് ആവുന്നില്ലല്ലോ. അതൊക്കെ ഉള്ള പരിപാടിയാണ്. എന്തോ കാര്യം പറയാലോ, തലവേദന എടുക്കുന്നു. ആഹാ, അപ്പൊ ഒന്നാമത്തെ കാര്യം, നിങ്ങളെ സഹായിക്കേണ്ടവര് തന്നെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പിടപ്പും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവര് മനസ്സിലാക്കുന്നില്ലത്. ഒരു എന്താ പറയാ, ഇത് കുറച്ച് കണ്ണീച്ചോരയില്ലാത്ത പ്രവൃത്തികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. അതൊക്കെ വിട്. എല്ലാത്തിനും കാലം കണക്ക് ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലം കണക്ക് ചോദിക്കാതെ ഒന്നും കടന്നു പോയില്ല. അത് കുറച്ച് വൈകിട്ടാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാവും. അത് ആ ഒരു മറുപടി കാലം തന്നെ അത് കാണിച്ചു കൊടുക്കും. അപ്പൊ അത് അങ്ങനെയുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വലിയ ചോദ്യങ്ങളായിരിക്കും. കാരണം ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. എന്നല്ലാന്നുണ്ടെങ്കിൽ ഒരു വിവാഹബന്ധത്തിൽ കൂടി വന്നിരിക്കുന്ന, റിലേഷൻഷിപ്പ് വഴി വന്നിരിക്കുന്ന ശത്രുസ്ഥാനങ്ങളായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മാതൃസ്ഥാനം ആയിട്ടുള്ള ആളുകളായിരിക്കാം.
കാരണം ഇവിടെ സ്ത്രീകളെ കൊണ്ട് ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിക്കുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. വളരെ കുറവാണ് ഇവിടെ ഒരു പുരുഷന്റെ ശത്രുസ്ഥാനം ഇവിടെ ഉള്ളത്. പുരുഷന്റെ ശത്രുസ്ഥാനം ഉണ്ട്, പക്ഷെ എന്നാലും ഒരു സ്ത്രീകളെ കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യമാണ് ഇവിടെ മൊത്തത്തിൽ കാണുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇപ്പോ തൽക്കാലം നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഒരു ഉന്മേഷത്തോടും ഉണർവോടും കൂടി മുന്നോട്ട് പോവുക. നമ്മളൊന്നിനും എന്താ പറയാ, അടിയറവ് ജീവിതത്തിന്റെ കാര്യത്തിൽ ഒന്നിനും ഒരാളുടെ മുൻപിലും അടിയറവ് വെക്കാതിരിക്കുക. അതെന്തിന്റെ കാര്യത്തിലാണെങ്കിലും, റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും. കാരണം നിങ്ങൾ അടിയറവ് വെക്കുന്നത് കാണാനും ഒരു നിങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടാകാനും കാത്തിരിക്കുന്ന ശത്രു സ്ഥാനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവരുടെ മുമ്പിൽ അടിയറവ് വെക്കാതെ ഒന്ന് ഉണർന്ന് മുന്നോട്ട് പോവുക. ബ്ലാക്ക് മാജിക്കിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് കൊണ്ടുപോവുക. അല്ലാതെ ഇതിൻ്റെ അകത്ത് നമ്മൾ തോറ്റു കൊടുക്കരുത്. തോറ്റു കൊടുക്കുന്നത് ഒരു ആൻസർ അല്ല. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നത് അത് അവർക്ക് കൂടുതൽ പ്രചോദനങ്ങളും മോട്ടിവേഷനും ഉണ്ടാക്കുകയാണ്. നമ്മൾ ഒരു എന്താ പറയാ, മുന്നോട്ട് പോയി ജീവിതം എന്താണ്, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെതായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ ഒരു ആൻസർ നിങ്ങളായിട്ട് തന്നെ കാണിച്ചു കൊടുക്കുക. അത് തന്നെയാണ് ഏറ്റവും വലിയ ഉത്തരം. പക്ഷെ അതിന് ഇപ്പോ നമ്മൾ 100 എന്ന് എഴുതാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ആ 100 എന്ന് എഴുതുന്നതിന് മുമ്പ് 1 2 3 4 5 6 7 എന്ന് പറയുന്നത് കുറച്ച് കടമ്പകളുണ്ട്. ആ കടമ്പകൾ നമ്മളൊന്ന് കടന്നേ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒന്ന് നെറ്റി ചുളിക്കാം, അല്ലാന്നുണ്ടെങ്കിലോ അത് ഇത്തിരി പാടാണല്ലോ എന്നൊക്കെ ആലോചിക്കാം. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും വീണെടുത്തുനിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്, എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റത് തന്നെയാണ്. നിങ്ങൾ വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രവർത്തനം തന്നെയാണ്. ആ ഒരു ജീവിച്ച് കാണിച്ചു കൊടുക്കല്, ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അത് നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അത് നിങ്ങൾ തന്നെ ചെയ്യുക. കാരണം നിങ്ങളെപ്പോഴും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളായിരിക്കാം ചിലപ്പോൾ ശത്രുസ്ഥാനം. അപ്പൊ നിങ്ങൾ പകച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാകും. എന്നാലും ഞാൻ പറയുവാണ്, എന്ത് പകച്ചു നിൽക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ മുന്നോട്ട് പോകേണ്ടത് മുന്നോട്ട് തന്നെ പോവുക. വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ജീവിച്ച് കാണിച്ചു കൊടുക്കുക. മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റുക. അതിപ്പോ ഈ ലേറ്റ് ആയിട്ടുള്ള ട്രെയിൻ ആണെന്നുണ്ടെങ്കിലും ഡെസ്റ്റിനേഷനിൽ എത്താതിരിക്കില്ല. ഡെസ്റ്റിനേഷനിൽ എത്തിയേ തീരുള്ളൂ. അല്ലാതെ ഇപ്പൊ തന്നെ സ്വിച്ച് ഇടുമ്പോ തന്നെ അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ പോലെ എല്ലാം സ്വിച്ച് ഇടുമ്പോ തന്നെ മാറത്തില്ല. ആ ഒരു കാര്യങ്ങൾ ഒന്ന് ക്ഷമയോടുകൂടി ജസ്റ്റ് ഒന്ന്, കാരണം ചില സമയത്ത് നിങ്ങളുടെ ക്ഷമ നിങ്ങളെ കൈവിട്ട് പോകുന്നുണ്ട്. അത് നമ്മൾ കണക്കാക്കണ്ട. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. വിജയം എന്നും അങ്ങനെയുള്ളവരുടെ കൂടെ ഉണ്ടാവും. അല്ലാതെ എന്നും ഇവര് എപ്പോഴും ഇങ്ങനെ എന്താ പറയാ, എത്ര ഉയരത്തി പറക്കുന്ന പരുന്താണെന്നുണ്ടെങ്കിലും വെള്ളം കുടിക്കാൻ താഴത്ത് തന്നെ ഇറങ്ങിയേ പറ്റുള്ളൂ. അത് പ്രകൃതി നിയമമാണ്. അപ്പൊ അത് ഇറങ്ങാതിരിക്കില്ല. അപ്പൊ നമ്മളത് കാഴ്ചക്കാരായിട്ട് നിൽക്കുക. അതിനു മുമ്പ് നമ്മൾ തീർക്കാനുള്ള പരിപാടികൾ, നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്താണ് മുന്നോട്ട്, എന്തെല്ലാം പരിപാടികൾ എനിക്ക് മാറ്റാനുണ്ട്, അതെല്ലാം മാറ്റി അതെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.